അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഈ വാഗും ഇഖാമത്തും യഥാർത്ഥത്തിൽ നിസ്കാരത്തിന്റെ സമയം അറിയിക്കുന്ന ലക്ഷ്യം. അപ്പൊ എങ്ങനെയാണ്? അതിനൊരു പശ്ചാത്തലമുണ്ട്. നിസ്കാര സമയം അറിയിക്കാൻ എന്താണ് വഴി എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അല്ലാഹു തആലയുടെ വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ ബാങ്കിന്റെ പദങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നത്. കുറെ സ്വഹാബികൾ സ്വപ്നം കാണുകയും ഇതൊരു ബാങ്കിന്റെ ലഫ്ളുകൾ. തശ്രീഉൽ അദാനി വൽ ഇഖാമ, ബാങ്കും ഇഖാമത്തും നിയമമായത്. ശുരിയൽ അദാനു വൽ ഇഖാമ, ബാങ്കും ഇഖാമത്തും നിയമത്തിൽ വന്നു ഫിസ്സനത്തിൽ ഉലാ മിനൽ ഹിജ്റ, ഹിജ്റയുടെ ഒന്നാമത്തെ വർഷത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും മക്കയിൽ ഉണ്ടായി 13 വർഷം എന്ന് പറഞ്ഞാൽ നുബുവത്ത് കിട്ടിയിട്ട് 13 വർഷക്കാലം മക്കയിൽ ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും ബാങ്ക് ഇഖാമത്തും ഇല്ല. ഹിജ്റ പോയിട്ട് ഒന്നാമത്തെ വർഷം തന്നെ ബാങ്കും ഇഖാമത്തും നിയമത്തിൽ വന്നു. വദാലിക, അതിന്റെ ഒരു പശ്ചാത്തലം, അന്നഹു ലമ്മ ബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ചപ്പോൾ മസ്ജിദഹു, മദീനത്തെ പള്ളി, നബി തങ്ങളെ പള്ളി നിർമ്മിച്ചു. റസൂലുള്ളാഹിന്റെ പള്ളി എന്ന് പറയുന്നത് മദീനത്തെ പള്ളിനെ കുറിച്ചിട്ടാണ്. ബിൽ മദീന, മദീനയിൽ. ശാവറ സ്വഹാബത്ത, സ്വഹാബികളോട് മുഷാവറ ചെയ്തു, അഥവാ കൂടി ആലോചിച്ചു. ഒരു മുഷാവറ എല്ലാത്തിനും വേണം. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഒറ്റക്കൊരു തീരുമാനം ആരും എടുക്കാൻ പാടില്ല. 2-3 നാൾ കൂടി അല്ലേ കമ്മിറ്റി കാര്യങ്ങളൊക്കെ ആക്കുന്നത്. ഒറ്റക്കൊരു തീരുമാനം എടുത്തുകൂടാ. ഒരു ചർച്ച ചെയ്താൽ ഒരുപാട് സഹലുകൾ, എളുപ്പങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ കാര്യം ചെയ്തു തീർക്കാനുള്ളതായ വഴികളും കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എപ്പോഴും സ്വഹാബികളുമായി ഇതൊരു മുഷാവറ ചെയ്യാറുണ്ട്. ഷാവറ സ്വഹാബത്ത, സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുഷാവറ നടത്തി. ഫീമാ യജ്മഉ ബിഹിന്നാസ്, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാനുള്ള കാര്യത്തിൽ. ലിസ്വലാത്തി, നിസ്കരിക്കാൻ വേണ്ടി. നിസ്കാരത്തിലേക്ക് ജനങ്ങളെ എങ്ങനെയാണ് എത്തിക്കുക, അവർക്ക് നിസ്കാര സമയം എങ്ങനെയാണ് അറിയിക്കുക. ളുഹറിനും അസറിനും മഗ്‌രിബിനും ഇശാക്കൊക്കെ അവർക്ക് നിസ്കരിക്കാൻ സമയമായി. ഇപ്പൊ ജമാഅത്ത് എടുക്കുകയാണ്, എല്ലാവരും പള്ളിക്ക് വരി എന്നെങ്ങനെ അറിയിക്കുക. അശാറ, അപ്പോ ചില ആൾ അഭിപ്രായപ്പെട്ടു. ഫഅശാറ ബഅദും, ചില ആളുകൾ അഭിപ്രായപ്പെട്ടു. ബിനസ്ബിറായ, നമുക്ക് വലിയൊരു പതാക നാട്ടാം എന്നഭിപ്രായപ്പെട്ടു. ബഅദും, ചിലർ പറഞ്ഞു ബിൽ ബൂഖ്, അടിക്കുന്നത് എല്ലാവരും ഹാർണടിക്കാം. ബഅദും, ചിലർ പറഞ്ഞ് ബിൻ നാഖൂസി, മണിയടിക്കാന്നറിയും. ബഅദും, ചിലർ അഭിപ്രായപ്പെട്ടു ബിന്നാരി, തീ കത്തിക്കാം. ഫലം യർള സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൃപ്തിപ്പെട്ടില്ല. വിവാഹിദി മിന്ന, ഓരോ അഭിപ്രായവും നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഫൈനൽ അവ്വല, ആദ്യത്തെ അഭിപ്രായം എന്താണ്? പതാക നാട്ടാമെന്ന് പറഞ്ഞത്. ലാ യൻഫഉല്ലാമ, അത് കണ്ണ് കാണാത്തവന് ഉപകരിക്കൂലല്ലോ. കണ്ണ് കാണുന്നവന് മാത്രല്ലേ പതാക നാട്ടിയെ കാണൂ. വല നായിമി, ഉറങ്ങുന്നവനോ ഉപകരിക്കൂല. ഉറങ്ങുന്നവൻ എന്താവൂല, അത് കാണൂല. വല ഗാഫിരി, ബോധമില്ലാതെ ഇങ്ങനെ പോകുന്നവനും കാണൂല. വസാനി, രണ്ടാമത്തെ അഭിപ്രായം, ചൂളം വിളിക്കുക, അത് മിൻ അംറിൽ യഹൂദി, ജൂതന്മാരെ പരിപാടിയാണ്. വസാലിസ്, മൂന്നാമത്തെ അഭിപ്രായം പറഞ്ഞത് എന്താണ്? മണിയടിക്കാമെന്ന് പറഞ്ഞല്ലോ, ബെല്ലടിക്കാം. ഈ ബെല്ലടി എന്നുള്ള പരിപാടി മിൻ അംറിൻ നസാറ, അത് നസാറാക്കളുടെ, ക്രിസ്ത്യാനികളുടെ പരിപാടിയാണ് ബെല്ലടിക്കൽ. റാബിയു, നാലാമത്തെ അഭിപ്രായം എന്താ പറഞ്ഞത്? തീ കത്തിക്കാന്ന് പറഞ്ഞല്ലോ. ഈ തീ കത്തിക്കുന്ന പരിപാടി മിൻ അംറിൽ മജൂസി, അത് മജൂസികളുടെ, പേർഷ്യയിലുണ്ടായിരുന്ന അന്നത്തെ കാലത്ത് പേർഷ്യക്കാർ മജൂസികളായിരുന്നു. ഇന്ന് ആ പേർഷ്യയാണ് ഇറാൻ. ഖാല ഉമർ റളിയല്ലാഹു അൻഹു, അപ്പൊ ഉമർ അള്ളാഹു പറഞ്ഞു,
അവലാ തബ്അസൂന റജുലൻ, നിങ്ങൾക്ക് അയച്ചുകൂടെ ഒരു പുരുഷനെ, യുനാദി ബിസ്സലാ, നിസ്കരിക്കാനായി എന്ന് ആൾക്കാരോടൊക്കെ വിളിച്ചു പറയുന്ന ഒരാളെ അയച്ചുകൂടെ? ഒരാളെങ്ങനെ അയച്ചു കൊടുക്കുക? അല്ല ഇങ്ങനെ വിളിച്ചു പറയാം, നിസ്കരിക്കാനായി എങ്ങനെ വിളിച്ചു പറയാൻ ഒരാളാക്കിക്കൂടെ എന്ന് വെച്ചു. ആര്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ബിലാൽ, ഓ ബിലാലെ, ഖും, എഴുന്നേൽക്ക്, ഫനാദി ബിസ്സലാ, നിസ്കരിക്കാൻ ആൾക്കാരൊക്കെ വിളിക്കുകയെന്ന് പറഞ്ഞു. ഫകാന യുനാദി, ബിലാൽ റളിയല്ലാഹു അൻഹു വിളിക്കാൻ തുടങ്ങി, അസ്സലാത്തു ജാമിയ, അസ്സലാത്തു ജാമിയ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു. സുമ്മ ذات ليلة من രാത്രിയിൽ തലഖൽ അദാന വൽ ഇഖാമത, ബാങ്കും ഇഖാമത്തിനെയും സ്വപ്നം കണ്ടു. 11 സ്വഹാബിയൻ, 11 സ്വഹാബികൾ കണ്ടു. ഫീ മനാമിയും, സ്വപ്നത്തിൽ കണ്ടു. ഫസബഖഹും അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു, അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഓടി വന്നു. സ്വപ്നം കണ്ടവരുമായിട്ട് ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് വന്നു. വക്കാനൽ വഹ്യു, വഹിയായിരുന്നു. ഖദ് സബഖഹു ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹ്യും വന്നിരുന്നു. 11 സ്വഹാബികൾക്ക് സ്വപ്നം കണ്ട് ബാങ്കിന്റെ വാചകം. എന്നാൽ അതിനു മുമ്പ് തന്നെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബാങ്കുമായിട്ടുള്ള വഹ്യ് വന്നിട്ടുണ്ടായിരുന്നു. ഫഖാല, അപ്പ നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹാ ലറുയാ ഹഖ്ഖുൻ, ഇത് സത്യമായ സ്വപ്നമാണ്, പിശാചിന്റെ ഭാഗത്തുള്ള സ്വപ്നമല്ല, പൊയ്ക്കിനാവല്ല. ഹഖ്ഖുൻ, സത്യമാണ്. ഇൻഷാ അല്ലാഹ് ഉദ്ദേശിച്ചാൽ അതുകൊണ്ട് ഖും മാ ബിലാലിൻ, നീ ബിലാലിന്റെ അടുത്തേക്ക് പോയിക്കോ. ഫഅൽഖി അലൈഹി, ബിലാലിനോട് ബാങ്കിന്റെ വാചകം പറഞ്ഞു കൊടുക്ക്, കണ്ട സ്വപ്നം അങ്ങനെ പറഞ്ഞു കൊടുക്ക്. മാറായിട്ട് നീ കണ്ട സ്വപ്നം, സ്വപ്നത്തിന്റെ വാചകം പറഞ്ഞു കൊടുക്ക്. ഫൽയുഅദ്ദിൻ ബി, ബിലാൽ ബാങ്ക് കൊടുക്കട്ടെ. ഫഇന്നഹു, തീർച്ചയായും ബിലാൽ, അന്താ സൗതം മിൻക്, നിന്നെക്കാളും നല്ല ശബ്ദമുള്ള ആളാണ്, വലിയ നീണ്ട ശബ്ദമുള്ള ആളാണ് ബിലാൽ. ബിലാൽ ബാങ്ക് വിളിക്കട്ടെ എന്ന് ആരോട് പറഞ്ഞു? അബ്ദുല്ലാനോട് പറഞ്ഞു. ഫലമാ സമിഅ ഉമർ റളിയല്ലാഹു അൻഹു, ഈ ശബ്ദം ഉമർ റളിയല്ലാഹു അൻഹു കേട്ടു വീട്ടിൽ നിന്ന്. അദാന ബിലാലിൻ, ബിലാലിന്റെ ബാങ്ക് കേട്ടു. അസ്റാ, ഉമർ റളിയല്ലാഹു അൻഹു ഓടി. യജുറു റിദാഉ, മേൽത്തട്ടം ഇങ്ങനെ വലിച്ചോണ്ട്, ഞാനിടാൻ സമയമില്ല, മേൽത്തട്ട് ഇങ്ങനെ വലിച്ചോണ്ട് വന്ന് തുണിയെടുത്തിന്, മേൽത്തട്ട ഇടില്ല, ഞാൻ കുപ്പായല്ല, അതിങ്ങനെ വലുതായിരിക്കും, കെട്ടിക്കൊന്നുമില്ല, അതിനിങ്ങനെ വെച്ചോണ്ട് വന്ന് അതിനിങ്ങനെ കെട്ടി സെറ്റാക്കിയിട്ട് വെക്കുവോ അന്നത്തെ കാലത്ത്. മേൽത്തട്ടം വലിച്ചുകൊണ്ട് ഉമറുള്ളാന് വന്നോ. ഖാല, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ലഖദ് റഅയ്തു, തീർച്ചയായും ഞാൻ കണ്ടിട്ടുണ്ട്, മിസലമാറ, ഈ അബ്ദുള്ള കണ്ട പോലെ സ്വപ്നം ഞാനും കണ്ടിട്ടുണ്ട് ഇന്നലെ രാത്രി. ഖാല, അപ്പ നബി തങ്ങൾ പറഞ്ഞു, ഫലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. സബഖക ബിഹിൽ വഹി, ഇതിനേക്കാളും പിന്നെന്താക്കിയിട്ടുണ്ട്, എനിക്ക് വഹ്യും വന്നിട്ടുണ്ട്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.